ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഞാനും മോളും കൂടെ നമ്മുടെ കൂട്ടുകാരുടെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് അങ്ങോട്ട് പോവുകയാണേ. ദേ ഞാറൊക്കെ നട്ടിക്കുന്നുണ്ടോ? ഞങ്ങളുടെ അവിടെ ഇപ്പം ഇങ്ങനെ ഈ കൃഷിയൊക്കെ ഒത്തിരി കുറവാണ്. കപ്പയും മറ്റുള്ള കൃഷികളൊക്കെയാണ്. നെല്ലിൻ്റെ കൃഷി ഒത്തിരി കുറവാണ്. പക്ഷേ ഇപ്പം ഞാൻ വന്നപ്പോൾ ഇത് എൻ്റെ കുടുംബ വീടിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ കൂടെ പോകുന്ന വഴിയാണ്. ഇത് ആ നീല ടാർപ്പയൊക്കെ കാണുന്നതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് എൻ്റെ മാമൻ്റെ വീട്. എൻ്റെ ചേർന്നുണ്ട് ഒരു ഓട് പോലെ ഉണ്ട്. അതാണ് മാമൻ്റെ വീട്. ഒരു മാമനേ ഉള്ളൂ. ഞങ്ങളുടെ അമ്മയൊക്കെ 3 പെണ്ണുങ്ങളും ഒരാങ്ങളെയാണ്. ആ മാമൻ്റെ വീടാണ് അവിടെ. അങ്ങോട്ട് ഞങ്ങൾ പോയില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വിടത്തില്ല. ഇപ്പോഴേ നമുക്കാണ് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ട്. ഈ വഴി അങ്ങോട്ട് വന്നിട്ട് ഇപ്പുറത്തെ പാലത്തേക്കൂടെ കയറി ഞങ്ങൾക്ക് താഴെ ഈ പാലം കണ്ട് ഈ പാലത്തേക്കൂടെയാണ് ഞങ്ങൾ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ സ്കൂളിൽ അക്കരെ കയറി പോകുന്നത്. പിന്നെ നമുക്ക് ഈ വഴിയാണേലും അങ്ങോട്ട് പോകാം. ഞങ്ങൾക്ക് എളുപ്പ വഴി അവിടെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ പോകാനാണ് എളുപ്പം. പക്ഷേ വെള്ളമായി കഴിഞ്ഞാൽ അതിലേക്കൂടെ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ വഴി. ഇത് ആ വെള്ള പെയിൻ്റൊക്കെ അടിച്ച വീടിൻ്റെ അവിടെ മേളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനൊരു വഴിയുണ്ട്. പിന്നെ ആ വയൽ വഴിയും നമുക്ക് വരാം. അപ്പോൾ ആ വഴി വന്നിട്ട് ഈ വഴി വന്ന് നമ്മളത് ഈ പാലത്തേക്കൂടെ കയറിയാണ് സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഈ പാലം ഇട്ടത്. ഈ പാലമൊക്കെ ഇടുന്നതിന് മുമ്പ് തോട്ടിക്കൂടെ കയറാനൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആദ്യം കാണിച്ചത് ഒരു കൊച്ചു പാലമൊക്കെ. അത് താഴേക്കൂടെ അങ്ങോട്ട് ചെന്നിട്ട് ആ പാലത്തേക്കൂടെ കയറിയാണ് പോകുന്നത്. അന്ന് അവിടെ മാത്രമേ പാലം ഇട്ടിട്ടുള്ളായിരുന്നു. ഇവിടെ ഒന്നും പാലമില്ലായിരുന്നു. ഈ ഭാഗത്തൊക്കെയാണ് ഒത്തിരി തോട്ടിൽ ഞാനും അച്ഛനും ആങ്ങളെയും ഒക്കെ മീൻ പിടിക്കാനും ഒക്കെ പോകുമായിരുന്നു. പിന്നെ ഈ വഴി അങ്ങോട്ട് നമ്മൾ സ്കൂളിലോട്ട് കയറിപ്പോകുന്ന വഴിയാണ്. ഇങ്ങനെ വഴിയായിട്ടില്ലായിരുന്നു. ഈ വെള്ളം ഒഴുകി വരുന്ന ഒരു വഴിയുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു വഴി മാത്രമായിരുന്നു. കല്ലും ഇതായിട്ടൊക്കെ നിരപ്പൊന്നുമില്ല. ചെറിയൊരു ഏറ്റവും അവിടെ ഇത്ര ഇടം കയറി കഴിയുമ്പോഴേ നമ്മളങ്ങ് അണയ്ക്കും. പിന്നെ ആ ഒരു വീട് മാത്രമാണ്. അത് ഇങ്ങനെയല്ലായിരുന്നു. പഴയ ഒരു ഓട് പെരയായിട്ട് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ അത് പുതുക്കി വെച്ചതാണ്. ആ ഒരു വീട് മാത്രമേ ഉള്ളായിരുന്നു അന്ന് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ. ഈ വഴി കൂടെ ഇങ്ങനെ മെറ്റിലൊന്നും കോൺക്രീറ്റ് ഒന്നും ചെയ്ത വഴിയല്ലായിരുന്നു. ഒരു ഇടവഴി അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ മുട്ടായിക്കടയായിരുന്നു. ഇതും അതേപോലെ തന്നെ ചെറിയൊരു ഷെഡായിരുന്നു. വീട്ടിലെ അപ്പച്ചനൊക്കെ മരിച്ചുപോയി. ഞങ്ങൾക്ക് മുട്ടായി തന്നെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോഴും മേടിക്കും, രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോഴും മേടിക്കും. അങ്ങനെയായിരുന്നു. സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത്. അപ്പം നമ്മുടെ കുടുംബ വീട്ടിൽ നിന്ന് ബസ് കയറാൻ പോകണമെങ്കിലും നമ്മൾ ഈ വഴി തന്നെ വരാൻ പറ്റുള്ളൂ. വേറെ വഴിയുണ്ട്, പക്ഷേ ഇതാണ് എളുപ്പ വഴി. ഈ വഴി വന്നാണ് ഞങ്ങളെല്ലാം ബസ് സ്റ്റോപ്പിലോട്ട് വരാനൊക്കെ വരുന്നത്. അപ്പം നമ്മളിപ്പോഴും അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോകാമെന്ന് വെച്ചിട്ട്. ഇപ്പം മോടെ ഒരു കൂട്ടുകാരിയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അവിടെ ജംഗ്ഷനിൽ വന്ന് നിൽക്കാം. എന്നാൽ പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങ് ബസ്സിന് പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ കഞ്ഞി വെച്ചിരുന്ന അമ്മയാണത് പോയത് കേട്ടോ. പക്ഷെ അമ്മയുടെ ഫ്രണ്ട് ഭാഗമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഇപ്പോൾ പ്ലസ് ടു വരെയൊക്കെ വെച്ച സ്കൂളാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ 1 തൊട്ട് 10 വരെ ഉള്ളായിരുന്നു. അപ്പോൾ ഇതാണ് ബസ് കയറാൻ പോകുന്ന റോഡൊക്കെ. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് വശം. ആ മോളിൽ കാണുന്ന ഭാഗങ്ങളും കെട്ടിടങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഈ വലത് സൈഡിൽ കാണുന്ന കെട്ടിടങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്ലസ് 2 ആണ് അത്. പ്ലസ് 1 പ്ലസ് 2 അതിപ്പോൾ പണിഞ്ഞതാണ്. ഇപ്പോഴെല്ലാം 10 വർഷത്തോളം. അതിന് മുമ്പൊന്നും അത്രയില്ലായിരുന്നു. 1 മുതൽ 10 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകാനായിട്ടാണ് നമ്മൾ ബസ് കയറാൻ പോകുന്ന ജംഗ്ഷന്. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ നമുക്ക് ബേക്കറി കയറണമായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ കയറിപ്പോൾ ഒരു നാരങ്ങ വെള്ളം ആ ഒരു സംഭവം വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല കൂട്ടുകാർ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഏത്തയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ച് പഴുത്തത് നമുക്ക് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാം. ഇച്ചിരി പഴുക്കാനുണ്ട്, 2-3 കായ ഉണ്ടായിരുന്നു. അത് ബാക്കിയെടുത്ത് ഉപ്പേരിക്ക് വരിഞ്ഞ് അങ്ങനെ ഏത്തയ്ക്കപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏത്തയ്ക്കപ്പമൊക്കെ വന്നപ്പം നമ്മുടെ ഏട്ടനൊരെണ്ണം കഴിക്കാൻ കൊടുത്തു. ഏട്ടനാണ് ഫസ്റ്റ് കഴിക്കാൻ കൊടുക്കുന്നത്. കുഞ്ഞിന് ഏത്തയ്ക്കപ്പം കൊടുത്തു. അയ്യോ ഇനി മതി, ഡാൻസ് കഴിഞ്ഞു. ഇവിടുത്തെ ഡാൻസ് കഴിഞ്ഞു. ടേസ്റ്റ് വായി വെക്കല്ലേ. കുഞ്ഞ് ഏത്തയ്ക്കപ്പം തിന്നുവാന്നോ? അടങ്ങിയിരി ചേട്ടാ. മതി വെച്ച അടങ്ങിയിരിച്ചേ. അയ്യോ
അല്ല ഈ അപ്പനെ കൊച്ചിനെ വഴക്കുണ്ടാക്കുന്നിരുന്നോണ്ട് കുഞ്ഞിനെ നോക്ക് തലയിട്ടാട്ടി കാണിക്കുമ്പോ. ചക്കിമോള് ഇതിന് നേരത്തേക്കാ പോവാണ്. പാപ്പി ചിന്നുവാണോ? പാപ്പി ചിന്നുവാണോ? തലേന്ന് നാട്ടി കാണിക്കടി. ഇപ്പൊ കാണിക്കടി കുഞ്ഞെ. ആ ഏത്തക്കപ്പെടുത്ത കൊച്ചു മേളമായിരുന്നു ഏത്തക്കപ്പത്തിന്റെ. ഓടാൻ പോവാണോ? അങ്ങനെ ഞങ്ങൾ ഉപ്പേരി വറുത്തെടുത്തു. ഞാൻ കുറച്ച് അടുപ്പത്ത് കിടക്കുന്നു. അവിടെ തീറ്റയും തുടങ്ങി. ദേ ഇത്രയും കൊണ്ടുണ്ട്. ഇതും കൂടെ വറുത്ത് വരും എടുക്കണം. ഒഴിച്ചോ. അങ്ങനെ പിന്നെ വൈകുന്നേരം നമ്മൾ ഇച്ചിരി ചിക്കൻ കറി വെക്കുവാണേ. പിന്നെ ഇന്ന് നമ്മുടെ ഏട്ടൻ്റെ പിറന്നാളായിരുന്നു. 17/1 നമ്മുടെ ഏട്ടൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വകയായിട്ട് ഏട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ വൈകുന്നേരം വൈകുന്നപ്പം കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വരാനായിട്ട് കുറച്ച് ലേറ്റായി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഇച്ചിരി ലേറ്റായി. പിന്നെ അങ്ങനെ അവരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ കേക്ക് മുറിച്ചത്. അങ്ങനെ പിന്നെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു. എല്ലാം ശരിയായി. അടുപ്പയിലോട്ടിരുന്നിട്ട് പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാനൊക്കെ കൊണ്ടുപോയി. കെടാതെ 3 സൈസ് വീഴുന്നുണ്ടായിരുന്നില്ല. ഈ കിച്ചുവിന് പ്രധാനം വെച്ച് പൂജിട്ട് പോയിട്ട് കത്തിയായിരുന്നു. ആ വീടിന് വായിക്കണം. പേപ്പർ വേണം, ന്യൂസ് പേപ്പർ വേണം വെക്കാൻ. കത്തിയല്ലേ വലിയൊരു എന്താ ചെക്കിയത്. കവർ കേക്കിന്റെ നല്ലടി അവന്റെ കുത്തിയപ്പോൾ ഇങ്ങനെ വെച്ചേക്കുക. അണ്ണം വെച്ചതല്ല, ഞാൻ തയ്ച്ചു തന്നതാ. അയ്യോ എന്തി ഒന്നെന്തി രാവിലെ എന്തി മുത്ത് വേണ്ടേ ഹാപ്പി ബർത്ത്ഡേ പറയുന്നില്ല ആരും. അത് വേണ്ട. ഞാൻ കൊടുക്കാം. ചേട്ടാ ഒരടങ്ങ് കേക്ക് ഉണ്ട്. ഇങ്ങനെ എല്ലാവർക്കും പകത്ത് പകത്ത് ഇനി കൊച്ചിന് കൊടുത്തില്ലയോ? ആ ഒരു കഷ്ണം കൊണ്ട് എല്ലാവർക്കും. എന്റെ കുഞ്ഞിന് കൊടുത്തില്ലയോ? അയ്യോ അതിനാരും കൊടുത്തില്ല. അതിനാരും കൊടുത്തില്ല. അത് തന്നെ ചക്കയുടെ വായി വെച്ചിട്ട് അപ്പൂപ്പന് ചക്ക അറിഞ്ഞല്ലേ ഇവരങ്ങോട്ട് അയ്യോ എടാ കുളിപ്പിച്ചതായിരുന്നു കുഞ്ഞിനെ കേട്ടോ. എന്നറിഞ്ഞിട്ട് കുളിപ്പിച്ചാ മതി. ആണ്ടറ തിന്നാൻ നോക്കിയതാ കേട്ടോ. കഷ്ടം എന്റെ കുഞ്ഞിന്റെ മുഖത്ത് കണ്ടോ. പ്രസവിച്ച് വന്നിട്ട് നിനക്ക് ആരും ക്രീം ഊത്താൻ നല്ല രാശിയാ.
കേക്ക് മുറിച്ച് നീ കേക്ക് മുറിക്കാൻ കുറെ പോടി. ഇവിടെ കുഞ്ഞിനെ രണ്ടുപേരും നല്ല രാജ്യമാണ്. അതിന് കൊടുക്കും പ്രധാനമായിട്ട് കള്ളത്തേക്ക്. നമുക്ക് അപ്പൂരിനൊരു സാധനം കൊടുക്കണ്ടേ? എന്തൊടി ലവിന്റെ കൂട്ടിരിക്കുന്നേ ആണോ? ദൈവമേ എല്ലാരും കണ്ട് ഇങ്ങോട്ടാന്നു. അതെന്തുവാ അതെന്തുവാ? ആ ഇതിനൊക്കെ പൈസ വെറുതെ കളഞ്ഞേ. എടുത്ത് നോക്കട്ടെ, ഞങ്ങൾ മേടിക്കട്ടെ. മേടിയോ പക്ഷെ ഷേ പിടിക്കണം തോന്നില്ല. കിച്ചുണ്ട് ഇതുപോലത്തെ ഉടുപ്പല്ലേ? ഷർട്ട നോട്ട കിട്ടു. യു എല്ല പൊന്നോ, വെക്കാറ് ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. ചക്കി കൊടുത്തത് ചക്കി എന്ത് ചക്കി കൊണ്ട് കൊടുത്തേ? ആഹാ സെറ്റ്. ഞാൻ മേടിച്ചോണ്ട് ചിക്കൻ കറി ചട്ടി. അയ്യോ ഞാൻ രാവിലെ അങ്ങ് കൊടുത്തു. ഞാനങ്ങ് കൊടുത്തു. അതെന്തി മതി കുഞ്ഞെ, അതവിടെ നിന്ന് ഒതുക്കുവാ കേട്ടോ. ഞാൻ മേടിച്ചോ കേട്ടോ. കൊള്ളാന്ന്. മാച്ചുള്ള എവിടെയായി? എന്തോ സ്വഭാവടി. ആ നീല ഉണ്ടായിട്ട് കൊള്ളാന്ന് പറയടി. ഇറക്കമില്ലാത്തവർ ഇവിടെ ഉണ്ട്. ഇറക്കിക്കൊണ്ട് പോവേ. മതി അല്ല, എനിക്ക് പണിയാ അത്. ആനുകൂല്യങ്ങളോടെ ഇപ്പോൾ GST. എവിടെ പോവാ?